ലഭിച്ചില്ല, നാളികേരത്തിന് വില കുറഞ്ഞു എന്നതാണ്. ഒരു കാലത്ത് നല്ല വില ലഭിച്ചിരുന്നത് ഇന്ന് വില കുറഞ്ഞപ്പോൾ എന്തിന് ഞാൻ നാളികേരത്തെ ഇത്രമാത്രം പരിചരണം നൽകുന്നു എന്നൊരു തോന്നൽ നമ്മുടെ കർഷകർക്കുണ്ടായി. എനിക്ക് പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ പഴയ പഴമൊഴിയാണ്, തെങ്ങ് ചലിക്കില്ല എന്നത്. ഒരിക്കലും ചലിക്കാത്ത കൽപ്പവൃക്ഷത്തെ നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും പരിചരണം കൂടുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന അപേക്ഷയാണ് എനിക്ക് വെക്കാനുള്ളത്. നമ്മുടെ ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് മാറ്റണം, മനസ്ഥിതി മാറണം. അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷം ചെയ്ത ഒരു മനസ്ഥിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നാളികേരമുള്ള കേരളം ഇന്ന് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിച്ച സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ന് 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും പിന്തള്ളപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നാളികേര ഉൽപ്പാദനം കുറഞ്ഞു. നാളികേര വൃക്ഷങ്ങളൊക്കെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമായിട്ട് കൂടുതൽ നാളികേര വൃക്ഷങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ന് നാളികേര ഉൽപ്പാദന രംഗത്തുള്ളത്. പക്ഷെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരണം. കൃഷി വകുപ്പ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേര സമൃദ്ധി എന്നൊരു പദ്ധതി. ഓരോ പഞ്ചായത്തിലും 100 വീതം നാളികേര വൃക്ഷങ്ങളും പുതുതായിട്ട് നൽകുക, നാളികേര തൈകൾ, തെങ്ങിൻ തൈകൾ പുതുതായിട്ട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ പ്രാവശ്യം 100 വീതം നൽകുമ്പോൾ 1 ലക്ഷം തൈകൾ പുതുതായിട്ട് ഉണ്ടാവുകയാണ്. അടുത്ത വർഷം 3 ലക്ഷം തൈകളും പിറ്റത്തെ വർഷം 6 ലക്ഷം തൈകളുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 3 വർഷം കൊണ്ട് 10 ലക്ഷം തൈകളെങ്കിലും പുതുതായിട്ട് നൽകുമ്പോൾ കേരളത്തെ വീണ്ടും നാളികേര ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമകരമായ ഫലത്തിന് തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി സെക്രട്ടേറിയറ്റിൽ 10 നാളികേര തൈകൾ നട്ടുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത്. ഇപ്പോഴും കൃഷിഭവൻ മുഖാന്തരം ആ നാളികേര തൈകൾ വിതരണത്തിനും എത്തിച്ചേർന്നു. പുതുതായിട്ട് എന്ന് അടിവരയിട്ട് പറയാൻ കാരണം മുറിച്ചു മാറ്റുന്നതും ഒഴിച്ചുകൊണ്ടാണ്. അങ്ങനെ നാളികേര ഉൽപ്പാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അത് പരമാവധി ഏറ്റെടുത്തുകൊണ്ട് നാളികേര തൈകളെ കൂടുതൽ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നതാണ് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നത്. നാളികേരത്തിന് വില കുറഞ്ഞപ്പോൾ, കേരളത്തിലെ നാളികേരത്തിന് വില കുറഞ്ഞപ്പോൾ മുഴുവൻ ആളുകളും നാളികേരത്തിന് വില കുറഞ്ഞു എന്ന് പറയും. എന്തുകൊണ്ട് നാളികേരത്തിന് വില കുറഞ്ഞു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നാളികേരം സംഭരിച്ചിരുന്നവരൊക്കെ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോയി. നാളികേരം സംഭരിക്കാൻ അന്യ സംസ്ഥാനത്തുനിന്ന് ഒരു മാഫിയ സംഘം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് വില കുറച്ചുകൊണ്ട് സംഭരിക്കാൻ തുടങ്ങി. അതിനെ തുണ നിന്ന് കൊടുത്തു ആര്? കഴിഞ്ഞ പ്രാവശ്യം നാളികേരം സംഭരിച്ചത്. അപ്പൊ സംഭരിച്ചതിലുള്ള മെല്ലെപ്പോക്ക് നമ്മുടെ നാളികേര കർഷകരെ വല്ലാതെ ബാധിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് 2012 നവംബർ മാസം 1-ാം തീയതി കർഷക രക്ഷ ഭക്ഷ്യസുഭിക്ഷ എന്ന പേരിൽ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. ആ കർഷക രക്ഷ എന്ന് പറയുന്നത് നാളികേര കർഷകരെ രക്ഷപ്പെടുത്താനായിരുന്നു. 2013 ജനുവരി 1 മുതൽ കൃഷിഭവൻ മുഖാന്തരം നാളികേരം സംഭരിക്കാൻ ആരംഭിച്ചു. 12 രൂപയായിരുന്നു പച്ചത്തേങ്ങയുടെ വില. ഒരു 7-8 മാസം കൊണ്ട് അത് കുതിച്ചുയർന്ന് 32 രൂപയിലേക്ക് എത്തി. ഇന്ന് 28 രൂപ വെച്ച് കൃഷിഭവൻ മുഖാന്തരം സംഭരിക്കുന്നു. ഇനിയും വില കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാളികേരം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന രംഗത്ത് കുറവ് വന്നു. അന്യ സംസ്ഥാനത്ത് ഉൽപ്പാദനം കുറഞ്ഞു. അതുകൊണ്ട് നാളികേരത്തിന് വില കൂടുകയാണ്. ഇനിയും വില കൂടുതൽ ആ സമയത്ത് കൃഷിഭവൻ സംഭരിച്ചില്ലായിരുന്നുവെങ്കിൽ നാളികേരത്തിൻ്റെ 1 കിലോ പച്ചത്തേങ്ങയുടെ വില 6 രൂപയാകുമായിരുന്നു എന്നതാണ് അതിനുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇന്ന് നാളികേരത്തെ ഏറ്റവും വില കൂടുതലുള്ള ഏറ്റവും വലിയ കൽപ്പവൃക്ഷത്തിൻ്റെ നാളികേരം ഏറ്റവും വില കൂടുതലാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയത് കൃഷിഭവൻ മുഖാന്തരമുള്ള സംഭരണമാണ്. ആ സംഭരണത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. ആ കടപ്പാട് കേരളത്തിലെ കർഷക ജനത കാണിക്കണം, നാളികേര കർഷകർ കാണിക്കണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അത് വലിയൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെ വഴി, സംഭരിക്കാൻ എന്തൊക്കെ വഴി എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
ഇനി ഉൽപാദന രംഗം മാത്രം പോരാ, ഉൽപാദനവും സംഭരണവും വിപണനവും ഉണ്ടായാൽ മാത്രമേ ഏത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില കൂടുതൽ ലഭിക്കൂ. ഏത് കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് നാട്ടിൽ വളർത്തണമെന്നൊരാഗ്രഹം കൂടുതലായിട്ട് കർഷകർ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ മുന്നോട്ട് വരികയുള്ളൂ. സംസ്കരണം നിർബന്ധമാണ്. എന്താണ് സംസ്കരണം ഉള്ളത്? നമ്മൾ വെളിച്ചെണ്ണ മാത്രമായിരുന്നു സംസ്കരണം. ആ വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞു പോയി. എന്താ? പാം ഓയിൽ ഇറക്കുമതി വന്നു. ആ പാം ഓയിൽ ഇറക്കുമതി വരാനുള്ള കാരണം വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കൂടുമെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ മണ്ടന്മാരായ കേരളത്തിലെ മലയാളികൾ അതൊക്കെ തന്നെ വിശ്വസിച്ചു, വെളിച്ചെണ്ണ ഉപയോഗിക്കാതായി. കൊളസ്ട്രോൾ കൂടിയുമില്ല കുറഞ്ഞുമില്ല, ഒന്നുമായില്ല. പാം ഓയിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ കഴിയും. അപ്പോൾ നാളികേരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് ഇപ്പോഴും മറ്റുള്ളവർ പറയാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധ വെളിച്ചെണ്ണ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒറിജിൻ കോക്കനട്ട് ഓയിൽ ഇന്ന് ലോകോത്തര മേന്മയുള്ളതാണ്, ഏറ്റവും വില കൂടുതലുള്ളതാണ്. അത് അന്യരാജ്യങ്ങളിലൊക്കെ അടക്കം ഇവിടെ നിന്ന് കയറ്റി കേരഫെറ്റ് സംഭരിച്ച കൃഷിഭവൻ മുഖാന്തരം സംഭരിച്ച നാളികേരം കേരഫെറ്റ് ഏറ്റെടുത്തുകൊണ്ട് വിർജിൻ കോക്കനട്ട് ഓയിലും അതോടൊപ്പം തന്നെ കേര മിൽക്കും കേര പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറുമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേശാമൃതം എന്ന പേരിൽ തലയിൽ തേക്കാനുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ ലഭിക്കുകയാണ്. അപ്പം ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ കർഷകർ രക്ഷപ്പെടുകയുള്ളൂ. കർഷകന് പണം ലഭിക്കാതെ പോയത് സംസ്കരണവും വിപണനവും ഇല്ലാതായ നമ്മുടെ പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നമുക്കറിയാം. പച്ചക്കറിയിൽ നിന്ന് വില കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞു വില കൂടി തീവില എന്നൊക്കെ തന്നെ പറഞ്ഞു. പച്ചക്കറിക്ക് വില കൂടണം. കാരണം ഇന്ന് 60-65% പച്ചക്കറിയും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടണം. അമിതമായ വില എടുക്കരുത് എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. പക്ഷേ ന്യായമായ വില അവർക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കർഷകൻ മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെ സംസ്കരണവും നിർബന്ധമാണ്. പച്ചക്കറികളും സംസ്കരിക്കാനുള്ള നിർബന്ധമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നാളികേരത്തിന് കർഷകർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2012 സെപ്റ്റംബർ 2 കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നീരയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആദ്യമായിട്ട് 2012 സെപ്റ്റംബർ 2 ലോക നാളികേര ദിനത്തിൽ കേരള കാർഷിക സർവകലാശാലയിൽ നീരയുടെ പ്രകാശനം നിർവഹിച്ചു. പിന്നീട് അത് ആഭ്യന്തര വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ഫലം നടന്നു. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ട് അതിന് അനുമതി ലഭിക്കാൻ വേണ്ടി, വിപണനത്തിനുള്ള അനുമതി ലഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ എക്സൈസ് വകുപ്പും ചെത്തുതൊഴിലാളി ഫെഡറേഷനും അതുപോലുള്ള ചെത്തുതൊഴിലാളി സംഘടനകളൊക്കെ തന്നെ അതിന് ചെറിയ ഒബ്ജക്ഷൻ, എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവരുമായി സംഭാഷണം നടത്തി ഒരു ധാരണയെത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നീര ചെത്താനുള്ള അനുവാദം ഫെഡറേഷൻ നാളികേര വികസന ബോർഡിനും നാളികേര വികസന കോർപ്പറേഷനും കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കും നൽകിയത്. അങ്ങനെ കോക്കൻ ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലുള്ള ഫെഡറേഷനും നാളികേര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള മറ്റ് സംഘടനകൾക്കും ഇതിനുള്ള അനുമതി നൽകാനുള്ള ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പ്രത്യേക ബോർഡ് രൂപീകരിച്ചു. നാളികേര നീര ബോർഡ് എന്നൊരു പ്രത്യേക ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ ചെയർമാൻ അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ചെയർമാനായി എക്സൈസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് ഒരു 15-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അവരാണ് ആർക്കാണ് കൊടുക്കേണ്ടത്, ഏത് സംഘത്തിനാണ്, ഏത് സഹകരണ സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാളികേര നീര ബോർഡാണ്. അങ്ങനെ നാളികേര നീര ബോർഡ് കോക്കൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഫെഡറേഷനുകൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ഇതിനുള്ള അനുമതി കൊടുക്കുകയാണ്. നാളികേര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ളതിനും അനുമതി കൊടുക്കുകയാണ്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് ഇതിന്റെ വിപണനത്തിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഇതിന്റെ പരിശോധന നടത്താം. കാരണം പലരും പല വിധത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. പാലക്കാട് നിന്നൊക്കെ ഉൽപ്പാദിപ്പിച്ചത് നിങ്ങൾ കാണാം. ആ പാലക്കാട് ഉൽപ്പാദിപ്പിച്ചത് ശരിയായ നീരയിലേക്കല്ല കടക്കുന്നത്. കുറച്ചു നേരം പുറത്തു വെച്ചാൽ ശരിയായ കള്ളായി മാറുന്ന നീര ഉൽപ്പാദക സംഘങ്ങൾ ഇന്ന് പുറത്തു വെക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ പരിശോധിച്ച് മാത്രമേ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വിപണി നിർബന്ധമാണ്. വിപണി കൈയടക്കണം. വിപണി ഇവിടെ മാത്രമല്ല, രാജ്യാന്തര മേഖലയിൽ ഇതിന് നല്ല സാധ്യതകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ എലത്തൂരിൽ ഏകദേശം 10,000 ലിറ്റർ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ പ്ലാനാണ് കേരള നാളികേര വികസന കോർപ്പറേഷൻ ഇന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി
ഈ പ്രദേശങ്ങളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്നതാണ്. അങ്ങനെ ഒട്ടേറെ സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തെങ്ങ് ചെത്താൻ അനുമതി കൊടുത്താൽ ആ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നാളികേര വികസന ബോർഡിന്റെ കീഴിലുള്ള ഇത്തരം ഇന്നിവിടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുന്ന പ്ലാന്റുകളിലും അതുപോലെ തന്നെ കോക്കറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള പ്ലാന്റുകളിലും ഒക്കെ തന്നെ നൽകാവുന്നതാണ്. അങ്ങനെ നൽകി അവിടുന്ന് അത് കൾച്ചർ ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ജനം അത് അംഗീകരിക്കുകയുള്ളൂ, രാജ്യങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ രാജ്യങ്ങൾ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ ആണ് ഇന്ന് നമ്മൾ വേദി ഒരുക്കിയിരുന്നത്. ഈ കുറ്റ്യാടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു നാളികേര നീര പ്ലാന്റിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉൽപാദനമുണ്ടായി. ആ ഉൽപാദനത്തിൽ നിന്ന് വരുന്ന നീര നമ്മുടെ കേരളത്തിലെ ഈ പ്രദേശത്തിൻ്റെ കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാവുകയാണ്. നമുക്കിതിനെക്കുറിച്ച് കുറേയൊക്കെ തന്നെ പ്രചരണങ്ങളും പല പത്രങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പത്രത്തിൽ വന്ന വാർത്തകളെ കുറിച്ചൊക്കെ തന്നെ ഇന്ന് ഞാൻ വായിച്ചു. എങ്ങനെയാണ് വന്നത് എന്നതിൻ്റെ അറിയില്ല. പക്ഷെ ഒന്നേ എനിക്ക് പറയാനുള്ള പ്രവർത്തകനോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഞാനത് വിളിച്ചു പറഞ്ഞ് കോട്ടയത്തുള്ള മനോരമ ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് ചിലപ്പോഴൊക്കെ തന്നെ പറയുന്ന കാര്യമുണ്ട്. ബെറ്റർ ബി ഇഗ്നറന്റ് ഓഫ് എ മാറ്റർ ദാൻ ഓഫ് നോയിങ്. പകുതി അറിയുന്നതിനേക്കാൾ നല്ലത് ഒന്നും അറിയാതിരിക്കുകയാണ്. വിഡ്ഢികളെക്കാൾ മോശമാണ് ഇത്തരം പകുതി അറിഞ്ഞിട്ട് പ്രവർത്തനങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വരുന്നവരോട് നമുക്ക് നല്ല മറുപടി കൊടുക്കാം. നീര എന്നത് കേരളത്തിൻ്റെ അമൂല്യമായ സമ്പത്താണ്. ആ സമ്പത്തിനെ കുളമാക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് ആരെയും അനുവദിക്കാത്ത രൂപത്തിൽ നല്ല രീതിയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച പാനീയമാക്കി മാറ്റി കേരളത്തിലും പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലും കൂടുതൽ വിപണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനായിട്ടുള്ള നാളികേര നീര ബോർഡിൻ്റെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത് വിളിക്കുന്നുണ്ട്. വിളിച്ചു ചേർത്ത് ഏതിനൊക്കെ അനുമതി കൊടുക്കണം, ഏതിനൊക്കെ അനുമതി കൊടുക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് കേരള കർഷകരെ രക്ഷിക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കാൻ കഴിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നിർത്തുന്നു. വിശിഷ്ട അതിഥികളെ, ജനപ്രതിനിധികളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഞാനൊരു ക്ഷമാപണത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 3:30 ഇവിടെ എത്തണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ 3/4 മണിക്കൂർ വൈകിയേ എത്താൻ സാധിച്ചുള്ളൂ. ഞാൻ കൃഷിമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. പരിപാടി നടത്തിക്കോ, ഇടയ്ക്ക് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. തികച്ചും അവിചാരിതമായ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് വൈകി വരാനിടയായത്. വൈകിയാണെങ്കിലും ഈ കൂട്ടായ്മയിൽ, ഈ സന്തോഷ അവസരത്തിൽ, ഈ നാടിൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. നീര കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കും. 112 കൊല്ലത്തെ പഴക്കമുള്ള എക്സൈസ് റൂൾസിൽ മാറ്റങ്ങൾ വരുത്തി നീര ചെത്താനും അത് വിതരണം ചെയ്യാനുമുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വർഷങ്ങളായി കേരളത്തിലെ കർഷകർ ആഗ്രഹിച്ച ഒരാഗ്രഹമാണ്. പക്ഷേ പല തടസ്സങ്ങൾ അതിനിടയ്ക്കുണ്ടായി. പലപ്പോഴും ചർച്ച ചെയ്യും, മാറ്റിവെക്കും. ഇപ്രാവശ്യം എത്ര ചർച്ച നീണ്ടാലും ഈ കാര്യം സാധിക്കണം എന്ന തീരുമാനത്തോടെ, ദൃഢനിശ്ചയത്തോടെ ഈ കാര്യത്തിൽ ഇടപെട്ടു. ഞാൻ പ്രത്യേകമായി 2 പേരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കും. അത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനെയും എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാബുവിനെയുമാണ്. ശ്രീ മോഹനും ശ്രീ ബാബുവും ഈ കാര്യത്തിൽ
ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിട്ടുള്ള നേതൃത്വം നൽകി. അവരുടെ യോജിച്ചുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള തീരുമാനം കൊണ്ടാണ് ഇതിന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. പലരും ഇത് ഈ പ്രാവശ്യവും നടക്കില്ല എന്ന് ധരിച്ചു. എനിക്ക് പിന്നെ പറയാനുള്ളത് നമ്മുടെ തൊഴിലാളി നേതാക്കളോടാണ്. അവരും സഹകരിച്ചു. തൊഴിലാളികളും തൊഴിലാളി നേതാക്കളും പല സംശയങ്ങളുണ്ടായിരുന്നു. നീര ചെത്ത് വരുന്നതോടുകൂടി ചെത്തു തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ, ഉണ്ടാകുമെന്നുള്ള ചില ആശങ്ക ചില കേന്ദ്രങ്ങളിൽ. അതിന്റെ ഫലമായി ചില എതിർപ്പുകളിൽ മുമ്പ് പലപ്പോഴും. പക്ഷേ ആശങ്കയൊക്കെ മാറ്റി തൊഴിലാളിക്ക് ദോഷമില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനമേ ഉണ്ടാകൂ എന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുള്ള പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കിട്ടി. ഞാൻ ഇതിൻ്റെ കാർഷിക സർവകലാശാലയുടെ നീര ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിൽ മന്ത്രി ശ്രീ KP മോഹനോടൊപ്പം ഞാൻ കാസർഗോഡ് പോയി. അവരുടെ അവിടുത്തെ പരിപാടി അന്ന് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവിടുത്തെ ഈ പ്ലാന്റിന്റെ അതിൻ്റെ ഓഫീസറോട് ചോദിച്ചു, ഒരു കർഷകന് ഒരു മാസം ഒരു തെങ്ങിൽ നിന്ന് എത്ര രൂപ കിട്ടും? അദ്ദേഹം പറഞ്ഞു, ഒരു മാസം ഒരു തെങ്ങിൽ നിന്ന് കുറഞ്ഞത് 900 രൂപ ഒരു മാസം, കൂടിയത് 1500 രൂപ. ഒരു തെങ്ങിൽ നിന്ന് കർഷകന് കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന വരുമാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു സൊസൈറ്റി പോയി, അവരോട് ചോദിച്ചു. അപ്പൊ അവര് ഈ കുറഞ്ഞത് 900 എന്നുള്ളത് പറഞ്ഞു. അവര് കൂടിയത് 2000-ത്തിനപ്പുറത്തേക്കുള്ള കണക്കാണ് പറഞ്ഞത്. നല്ല ഈൽഡുള്ള തെങ്ങാണെങ്കിൽ 2000-ഉം അതിനപ്പുറത്തും വരുമാനം കിട്ടും എന്ന്. നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ ഒരു മാറ്റം, കർഷകന് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ നീരയുടെ ഉൽപാദനം വിതരണം കൊണ്ട് സാധിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല എന്നെനിക്കറിയാം. നാളികേരത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് വടകരയും കുറ്റ്യാടിയും ഈ മരുതോങ്കരയും എല്ലാം എന്ന് എനിക്കറിയാം. പക്ഷേ കർഷകർക്ക് പലപ്പോഴും നാളികേരത്തിൻ്റെ വിലയിടിവ്, തേങ്ങ ഇടാൻ തൊഴിലാളികളെ കിട്ടാത്ത ഗുരുതരമായ സ്ഥിതിവിശേഷം, അങ്ങനെയുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ ഏറെ കർഷകർ നേരിടുന്നതിനിടയിലാണ് ഇന്ന് കർഷകർക്കേറെ ആശ്വാസം നൽകുന്ന ഈ നീര പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകും. ഞാൻ ദീർഘമായ പ്രസംഗത്തിന് ഈ സമയം എടുക്കുന്നില്ല. ഇന്നിവിടെ കാട്ടുന്ന ഈ ഉത്സാഹം തന്നെ ഈ സൊസൈറ്റിയുടെ കാര്യത്തിൽ, ഈ കമ്പനിയുടെ കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള താല്പര്യമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്